കണ്ണുനീരിൽ ആറാടി നിൽക്കുന്ന കന്നിരാശിക്കാർക്ക് ഒരു നല്ല ഒരു അവയർനെസ് വീഡിയോ ആണ്. അതായത് ഈ മാസം, അതായത് ഈ ഡിസംബർ മാസം 2025 ഡിസംബർ മാസം കഴിയുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ 2026 നിങ്ങൾക്ക് ഒരു നല്ല ഫലത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. കാരണം വളരെയധികം ദുഃഖാവസ്ഥകളിലൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് കന്നി രാശിക്കാർ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ നന്മകളാണ്, പക്ഷേ ലഭിക്കുന്നതൊക്കെയും തിന്മയായിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇനി നന്മ എന്നൊരു കാര്യം ആർക്കും ചെയ്യേണ്ട, തിന്മകൾ മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടാകും. അപ്പോൾ നമുക്ക് 2026 എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ നോക്കാം. ഗ്രഹങ്ങളുടേതായ സഞ്ചാര സ്ഥിതികൾ വെച്ചിട്ടാണ്. ഇത്രയും കാലം ഗ്രഹങ്ങളുടേതായ സഞ്ചാര സ്ഥിതി വെച്ചിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസും ഒക്കെ പലരും ചെയ്തിട്ടുള്ളത്, ഞാനും ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഗ്രഹ അല്ലെങ്കിൽ രാശിയുടേതായ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന വേളയിൽ അതൊക്കെ തന്നെ കേൾക്കാനൊരു സുഖമുണ്ട് എന്ന് മാത്രം, അനുഭവത്തിലേക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ചിന്തകളിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും നല്ല മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും. മുന്നേറ്റം എന്ന് പറയുമ്പോൾ ജീവിച്ചു പോകാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആരോടെങ്കിലുമൊക്കെ നല്ല രീതിയിലൊക്കെ ഇടപെട്ട് പോകുന്ന ഒരു സാഹചര്യം, അതായത് വളരെ പെട്ടെന്ന് നിങ്ങൾ അടുക്കുന്ന വ്യക്തികളാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരത്തിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ അവരെ വിശ്വാസത്തിലെടുക്കും. പക്ഷെ ആ വിശ്വാസം ഈ ചതിയിലേക്കായിരുന്നു അല്ലെങ്കിൽ പറ്റിക്കപ്പെടലിലേക്കുള്ള ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്ക് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ മനസ്താപപ്പെടുകയും വീണ്ടും നിങ്ങൾ മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ വീണ്ടും ഒരു കാര്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ വീണ്ടും ആ നേരത്തെ വന്നുപോയ അനുഭവത്തെ മറക്കുകയാണ്, വീണ്ടും അവരിലേക്ക് അടുത്ത് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോഴും കിട്ടുന്നതൊക്കെ തിരിച്ചടികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരെയും പൂർണ്ണമായും വിശ്വസിക്കാതെ ഇരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് തനിക്ക് താൻ പോകുന്ന ഒരു സ്വഭാവം എന്നൊക്കെ പറയാറുണ്ട്. അതായത് എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന് എന്നുള്ള രീതിക്ക് നിങ്ങൾ ജീവിക്കേണ്ട ഒരു സാഹചര്യം അടുത്തിരിക്കുന്നു. ഇവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ, നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ കാണാതെ ഇരിക്കുക. അതായത് നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി പരിപൂർണമായിട്ടും ഒഴിവാക്കണം. കന്നിരാശിക്കാർ എപ്പോഴും പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ആസ്ട്രോളജറുടേതായ ചിന്താഗതി ആയിരിക്കണം എന്നാണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നതിൽ ഒരു ജാഗ്രത പുലർത്തണം. അതായത് ഇപ്പോൾ രാശികളുടേതായ മാറ്റങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷമാവണം അവരോട് അടുപ്പം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. എടുത്തുചാടിയുള്ള മറുപടികൾ പലപ്പോഴും നിങ്ങൾക്ക് വിനയായി തന്നെ വരാറുണ്ട്. അപ്പോൾ കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി, സഹോദരങ്ങൾക്കിടയിലാണെങ്കിലും, പുറമേ ഉള്ള ഇടങ്ങളിലാണെങ്കിലും ശരി, തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി, വളരെയധികം ജാഗ്രത പുലർത്തി വേണം നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ പ്രയോഗിക്കുവാനായിട്ട്. അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളെ ഉണ്ടാക്കും. സ്വന്തമോ ബന്ധമോ സുഹൃത്തുക്കളോ ആരായിരുന്നാലും ശരി, അവർക്ക് പെട്ടെന്ന് ഒരു വിഷമതകൾ വന്നുപോയാൽ ആദ്യം കണ്ണുനീർ വരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതായത് അവർ കരയുന്നില്ല, പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കായിരിക്കും കണ്ണുനീരുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ സഹായിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുകയും ചെയ്യും. ആ സഹായം പിന്നീട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകും. ജോലി സംബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജോലി അതൊരു കിട്ടാക്കനി പോലെയാണ്. അതായത് ഉള്ളവർക്ക് ശമ്പളം കിട്ടുന്നില്ല, ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുന്നില്ല, ഉള്ള ഇടങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത്തരം 2026 അതുപോലെയുള്ള സാഹചര്യങ്ങളാണ് വരിക. അതുകൊണ്ട് വാവിട്ട വാക്കുകളും എടുത്തെറിഞ്ഞു കൊണ്ടുപോകുന്ന, അതായത് തൊഴിലൊക്കെ വലിച്ചെറിഞ്ഞ് മറ്റൊരു ജോലി കിട്ടും എന്ന രീതിക്ക് എടുത്തെറിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായി തന്നെ വരുന്നു. 2026 തുടങ്ങുന്നതോട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങാം. ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴെങ്കിലും ജീവിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നിങ്ങളിലേക്ക് ഉടലെടുക്കാം. ഇതുവരേക്കും നിങ്ങൾ ഇടപെട്ട ആൾക്കാരെ കുറിച്ചൊക്കെ ഒരു റീവൈൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. അതായത് പിന്നിലേക്ക് മനസ്സിനെ കടത്തിവിട്ട് എവിടെയൊക്കെ പിഴവുകൾ സംഭവിച്ചു, എൻ്റെ വാക്കുകൾ എവിടെയൊക്കെ എനിക്ക് വിനാശകരമായ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി നിങ്ങൾ കാരണം, അവിടെ മറ്റുള്ളവർ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെയും ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന വേളകളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മകൾ എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന്, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ പണം,
നിങ്ങളുടെ സമ്പാദ്യം, സുഹൃത്തുക്കൾ ഇവരൊക്കെ എങ്ങനെയാണ് നിങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. അതായത് ഇതുവരെ അനുഭവിച്ച പാഠങ്ങൾ നിങ്ങൾക്ക് 2026-ൽ പുതിയ ജീവിതത്തിനുള്ള വഴി തുറക്കും. കന്നി രാശിയുടേതായ രണ്ടാം ഭാവമാണ് തുലാം രാശി. ഈ തുലാം രാശി എന്ന് പറയുന്നതാണ് ധനം, കുടുംബം, വാക്ക് എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങളെ കുറിക്കുന്നത്. അപ്പോൾ ഈ തുലാം രാശി എന്ന് പറയുമ്പോൾ തന്നെ തുല്യനീതിയുടേതായ ഒരു ത്രാസാണ്. അതിൻ്റെതായ ചിഹ്നവും ത്രാസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടേതായ കുടുംബത്തെക്കുറിച്ച് ആരോടും പോയി പറയണ്ട. നിങ്ങളുടേതായ കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ഒന്നും ആരോടും പോയി പറയണ്ട. ധനപരമായ കാര്യങ്ങളെക്കുറിച്ചിട്ടും ആരോടും പോയി പറയരുത്. നിങ്ങൾക്ക് എവിടെയൊക്കെ വരുമാനം ലഭിക്കുന്നു, എന്തൊക്കെ ജോലി ചെയ്യുന്നു, ഇന്ന പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവുകയാണ്, ഞാൻ ഇന്ന സംരംഭത്തിലേക്കാണ് എന്നൊന്നും ആരോടും പറയണ്ട. അതുപോലെ തന്നെ വാക്കുകൾ കൊടുക്കരുത്. ഞാനത് ചെയ്തോളാം, ഞാനത് നോക്കിക്കോളാം, ഇയാളുടേതായ കാര്യം നോക്കിക്കോ, ഇയാൾ അതിനെക്കുറിച്ച് വറീഡ് ആവണ്ട എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതായത് മറ്റുള്ളവരുടെ ഭാരങ്ങളൊക്കെ എടുത്ത് തലയിൽ ചുമന്നു വയ്ക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഭാവമായ ധനം, കുടുംബം, വാക്ക് എന്നീ സ്ഥാനത്തിൻ്റെതായ ഈ ഘടകങ്ങളെ ഒരിക്കലും ഒരാളോടും പോയി പറയാനായിട്ട് പോകരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയാവും. നിങ്ങൾ ആരോടെങ്കിലും കടമായിരിക്കാൻ ചോദിച്ചിരിക്കുക 5000 രൂപ. അപ്പോൾ ഞാൻ എന്നടുത്ത് കടം 5000 രൂപ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന ആൾ ഒരുപക്ഷെ നിങ്ങൾക്കിട്ട പണി തരുന്ന, അതായത് കൊടുക്കണ്ട, ഇപ്പോൾ പൊട്ടി നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആരോടും പറയേണ്ടതില്ല. ചോദിക്കേണ്ടവരുടെ ചോദിക്കുക. അതിൻ്റെതായ രീതിക്ക് നിങ്ങൾ സ്വയം മുന്നിലേക്ക് സഞ്ചരിക്കുക. 2026-ൽ സാക്ഷാൽ ശ്രീ മുരുകന്റേതായ അനുഗ്രഹ ആശിസ്സുകൾ നിങ്ങൾക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും. അപ്പോൾ ശ്രീ മുരുകന്റേതായ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളൊക്കെ നടന്ന് ചൊവ്വാഴ്ചകളിലൊക്കെ പോയി പ്രാർത്ഥന നടത്തുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഷഷ്ഠി വ്രതമൊക്കെ എടുക്കാൻ കഴിയുന്നവർ അത് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലത്തെ ഉണ്ടാകും. അതായത് സാക്ഷാൽ ശ്രീ മുരുകൻ എന്തായാലും നിങ്ങൾക്ക് അനുഗ്രഹ വർഷം ചൊരിയുമെന്നുള്ളതിന് സംശയമില്ല. നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണം ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട്. തൊഴിൽപരമായ ഇടങ്ങളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു തടസ്സം നിങ്ങൾക്ക് എന്തായാലും 2026-ൽ മാറിക്കിട്ടുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശ്രീ മുരുകന്റേതായ പ്രാർത്ഥനകൾ, വഴിപാടുകൾ ഒക്കെ ചെയ്യുന്ന വേളയിൽ നിങ്ങൾ ഇതുവരെ എവിടെയെങ്കിലും അപേക്ഷകളൊക്കെ അയച്ചിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തൊഴിൽ അന്വേഷിച്ചു പോയിട്ട് ലഭിക്കാത്ത വ്യക്തികളാണെങ്കിൽ ഈ 2026-ൽ നിങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നതായിരിക്കും. തൊഴിലിൻ്റെതായ കാര്യമൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ വർക്കൊക്കെ ലഭിക്കുന്ന ഏതെങ്കിലും കമ്പനികളിലൊക്കെ ചിലരൊക്കെ തന്നെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ പോയി ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടാവും. അതേ കമ്പനികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിളി വരുന്ന സാഹചര്യം ഉണ്ടാവും. ശ്രീ മുരുകന്റേതായ ആശീർവാദത്തോടുകൂടി നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾ തേടി നടന്നുവെങ്കിൽ ഇനി നിങ്ങൾക്കുള്ള ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്ന സാഹചര്യമാണ്. എങ്ങനെയായിരുന്നാലും ശരി, 2026-ൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നിങ്ങളെ തേടി വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ധൈര്യപൂർവ്വം ഇരിക്കുക. ഇതൊരു അവയർനെസ് മാത്രമാണ്. രാശികളെ കുറിച്ചിട്ടൊന്നും തന്നെ ഞാൻ പരാമർശിക്കുന്നില്ല. ഞാൻ രണ്ടാം ഭാവമായ കുടുംബം, ധനം, വാക്ക് എന്നീ സ്ഥാനത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിൽ ഭാവത്തെക്കുറിച്ചിട്ടൊന്നും ഞാനിവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ തൊഴിൽ ഭാവം നിങ്ങൾക്ക് അനുകൂലമാവണമെങ്കിൽ നിങ്ങൾ തേടി നടന്ന ഇടത്തിൽ നിന്നും നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. അതായത് ഇനി നിങ്ങൾ ഓരോ കാര്യത്തിനും ചിന്തിക്കേണ്ടത് ഇത് എനിക്കുള്ളതാണ്, ഇത് എനിക്ക് തന്നെ ലഭിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അത് ലഭിക്കുമോ എന്ന ചിന്തയൊന്നും പാടില്ല. എന്ത് കാര്യം, പണമാണെങ്കിൽ ശരി, നിങ്ങൾ ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം അത് എനിക്കുള്ള പണമാണ്, അത് എനിക്ക് തന്നെ ലഭിക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും അത് ലഭിച്ചിരിക്കും.